ഞാനിവിടെ ഒരു ഹെൽത്തി തോരനാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. മുരിങ്ങച്ചീര കൊണ്ടാണ്. മുരിങ്ങച്ചീര അത് തനിയെ തോരൻ വെച്ചോ കൂട്ടാൻ വെച്ചോ കൊടുക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കോ വലിയ ആൾക്കാർക്കോ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റിയാണ്. മുരിങ്ങച്ചീരയെ പറ്റി ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൊച്ചു പിള്ളേരായാലും വലിയ ആൾക്കാരായാലും ചിലർക്ക് ഇഷ്ടപ്പെടില്ല വെറും മുരിങ്ങക്കീര. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതറിയാതെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, PK സിബ്ലി നാടനിൽ ഇന്ന് ഞാനൊരു ഹെൽത്തി തോരനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മുരിങ്ങച്ചീരയും മുരിങ്ങയിലയും മുട്ടയും കൂടെ ചേർത്തൊരു തോരനാണ്. അപ്പോൾ ഇതിന് മസാല ഒന്നും അധികം വേണ്ട, കുറച്ചൊക്കെ മതി. അരയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഞാനിത് ഫ്രഷായിട്ട് മരത്തിനിപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ മുരിങ്ങയില കഴിക്കാത്ത ആൾക്കാർക്കും ഇത് കാണുമ്പോൾ മുരിങ്ങച്ചീര ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ അധികം കഴിക്കാൻ കഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒരു മുട്ടയോ 2 മുട്ടയോ ചേർത്ത് നമുക്ക് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, 2 പച്ചമുളക് എരിവിന്, ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണിത്. ഇനി ഇതിന് ഉപ്പും മഞ്ഞളും മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം ഇത് മതി. അരയ്ക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് മുരിങ്ങച്ചീരയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഇതിൻ്റെ അറ്റത്ത് പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഈ പഴുത്ത ഇലകളൊന്നും ആവശ്യമില്ല. ഇതുപോലെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതുകൂടെ കാണിക്കുകയാണ്. അതിൻ്റെ കാമ്പൊന്നും ഇല്ലാതെ ഇലകൾ മാത്രം എടുക്കുക. ഇതിൻ്റെ കാമ്പ് നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ നല്ലതാണ്. ആ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ എസൻസും കൂടെ കിട്ടും. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് ബാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, തേങ്ങ എണ്ണ. അതിലേക്ക് ഒരു സ്പൂൺ കടുക്. ഇതിന് കറിവേപ്പില ആവശ്യമില്ല. നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു റെഡ് ചില്ലി. അപ്പോൾ മുളകൊക്കെ ആവശ്യമാണെങ്കിൽ ഇട്ടാൽ മതി. അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരയ്ക്ക് ഒന്ന് വാട്ടണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഇലകളെല്ലാം വഴണ്ട് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നോക്കിയിടണം. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുട്ടയെ കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു മുട്ടയോ 2 മുട്ടയോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിടാം. നമ്മുടെ ക്വാണ്ടിറ്റി എത്ര നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇടാം. അതൊന്ന് മുരിഞ്ഞതിന് ശേഷം ഇളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും പൊടിയായി പോകും. കുറച്ചൊന്ന് തിക്കായിട്ട് കിടക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പച്ചമുളക് ഇടാം. അതിലേക്ക് പച്ചമുളക്, ഈ വെളുത്തുള്ളി, ജീരകം ചതച്ചത്, ആ തേങ്ങ, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഒതുക്കിയിട്ട് മുട്ടയും ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങച്ചീരയും അതിലേക്കിടാം. ഇതൊരു
എല്ലാം കൂടെ ഒരു 5 മിനിറ്റിൻ്റെ ജോലിയേ ഉള്ളത്. നമ്മൾ മുരിങ്ങച്ചീര എടുത്ത് ക്ലീൻ ചെയ്ത് അത് എല്ലാം എടുത്ത് വെച്ചാൽ, തണ്ടീനെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണിയേ ഇല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നത്. എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഈ മുരിങ്ങച്ചീര ഒന്ന് വെന്ത് കിട്ടാനായിട്ട്, അതിൻ്റെ പച്ചവാസന പോകാനും ഒന്ന് വെന്ത് കിട്ടാനും ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ചെയ്യേണ്ടതല്ലേ, ആ മുട്ടയുടെയും തേങ്ങയുടെയും വെള്ളത്തിൻ്റെ അംശത്തിൽ മാത്രം വേണ്ടത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഫ്ലെയിം സ്ലോ ആക്കിയിട്ടിട്ട് മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അപ്പോഴത് എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആവുള്ളൂ. ഇനി ടേസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് കഴിക്കാനെടുക്കാം. മുട്ടയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. മുരിങ്ങച്ചീര കഴിക്കാത്തവരും ആ മുട്ടയുടെ സ്വാദ് കൊണ്ട് എല്ലാവരും കഴിക്കും. ഇതിപ്പോൾ നോൺ വെജ് ആയിട്ടുള്ളവർ ഇത് ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതുപോലെ മുട്ടയിടാണ്ട് ചെയ്യാമല്ലോ. മുട്ടയിടാതെ കുറച്ച് ഉള്ളിയൊക്കെ അധികം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മതിയാവും ഇത് വെന്തത്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങച്ചീര തോരൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. താങ്ക് യു.